ഞാൻ എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഇപ്പം നമ്മളെ മുന്നിലേക്ക് സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പം ചില പാരൻസ് ഒക്കെ എസ്പെഷ്യലി പറയും എനിക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഇന്ന കോഴ്സിലേക്ക് അവരെ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് രീതിയിൽ കുട്ടികളെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രൊഫഷണൽ എയിം ചെയ്യുന്ന കുട്ടികളെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എക്സാം ഓറിയൻ്റ് ആയിട്ട് പഠിപ്പിക്കാം. കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവർക്ക് പ്രോബ്ലം ചെയ്യാൻ അവരെ എന്ത് ചെയ്യാം, എക്യുപ്പാക്കാം. ആ രീതിയിലേക്ക് പോകും. ദെൻ ഞാൻ നോർമലി ചെയ്യാറുള്ളത് ഇത്തരം ഒരു പ്രീമിയം കോഴ്സുകൾ, കൊമേഴ്സിലെ പ്രീമിയം കോഴ്സ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്ക് 100% മാർക്ക് അക്കൗണ്ടൻസിയിൽ ഉണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഇത്തരം കോഴ്സുകളെ എടുക്കാമെന്ന് പറയുന്ന ഒരു ഘടകമല്ല എന്നുള്ളതാണ്. കാരണം കൺസെപ്ച്വലി എത്ര സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അപ്പൊ ഞാൻ പലപ്പോഴും ഇത്തരം സ്റ്റുഡൻസിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുള്ളത് കൺസെപ്ച്വലി സ്ട്രോങ് ആവുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചു അല്ലെങ്കിൽ ആ ചോദ്യം നമ്മളെങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അപ്പൊ അതിനൊക്കെ ഉത്തരം കിട്ടുന്നിടത്തിൽ അവരെന്താ കൺസെപ്ച്വലി സ്ട്രോങ് ആയി. സോ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചെറിയ സ്കെയിലും കാര്യങ്ങളെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ അതിനൊന്ന് സ്കെയിലപ്പ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ആ സബ്ജക്റ്റിൽ അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കും. ഞാൻ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു അധ്യാപകൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കാൻ പറയും. എസ്പെഷ്യലി ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും, ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അവിടെ കുട്ടികൾ എന്ത് ചെയ്യും, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അവൻ എന്ത് ചെയ്യും, കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു ലോജിക്കൽ തിങ്കിങ് എല്ലാം സൈമിൾട്ടേനിയസ്ലി വർക്ക് ആവുന്ന ഒരു എക്സസൈസാണ് ക്വസ്റ്റ്യൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പ്രീമിയം കോഴ്സിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞിടത്ത് തന്നെയാണ് ഇപ്പം ആക്ച്വലി ഈ സയൻസും കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സയൻസുകാരനെ സംബന്ധിച്ച് അവൻ പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി എക്സാമിന് പഠിക്കുന്നതിനേക്കാൾ ഉപരി അയാൾ പഠിക്കുന്നുണ്ടാവുക നീറ്റ് JEE എക്സാമുകൾ അല്ലെങ്കിൽ JEE മെയിൻ പോലുള്ള എക്സാമുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അയാൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ എക്സാമിന് വരുന്നതും വരാത്തതുമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലും മറ്റു മെറ്റീരിയലിനകത്തുള്ള കാര്യങ്ങളൊക്കെ പരമാവധി അയാൾ പഠിക്കാനും അതിനകത്ത് ഒരു എക്സ്പെർട്ട് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കിട്ടിയതൊന്നും പോരാന്നുള്ളതാണ് സയൻസുകാരനെ സംബന്ധിച്ച്. കൊമേഴ്സുകാരൻ പക്ഷെ നേരെ തിരിച്ചാണുള്ളത്. കൊമേഴ്സുകാരനാണെന്ന് വെച്ചാൽ ഇത്ര വലിയ ടെസ്റ്റ് ആണെങ്കിൽ ഇതൊന്ന് ചെറുതാക്കാൻ വേണ്ടി പറ്റുമോ ചോദിക്കും. ഈ ചെറുതാക്കാൻ വേണ്ടി പറ്റുന്നത് അടുത്ത വീണ്ടും ചെറുതാക്കാൻ വേണ്ടി പറ്റുമോ നോക്കും. ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ ഒരു കൊമേഴ്സുകാരനെ പറഞ്ഞയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര വില കൂടിയാലും കുഴപ്പമില്ല, അവൻ എന്ത് ചെയ്തു ഏറ്റവും ചെറിയ ടെസ്റ്റ് മതി എന്നുള്ളതായിരിക്കും ചിന്തിക്കാം. ഇനിയിപ്പം ഈ ചെറിയ ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സാറിനോട് അധ്യാപകനോട് പറയണ്ടാവുക ഇത് വെച്ചിട്ടൊരു ചെറിയ നോട്ട് തരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കാം. അതേപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുക, ഉറപ്പായും വരുന്ന ക്വസ്റ്റ്യൻ എഴുതാം. ഇതിപ്പോൾ എക്സാമിൻ്റെ തലേന്നൊരു വിളിയുണ്ട് അധ്യാപകന്, സാർ എനിക്ക് നാളെ വരാൻ സാധ്യതയുള്ള 1-2 എസ്സേ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഷോർട്ട് ചെയ്ത് അവസാനം എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുന്ന, എക്സാമിന് പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ആളുകളായിട്ട് മാറുന്നുണ്ട് കൊമേഴ്സുകാർ. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അവരൊരിക്കലും കോൺസെപ്റ്റിൽ എന്തായിരിക്കില്ല, സ്ട്രോങ് ആയിരിക്കില്ല എന്നുള്ളത്. അങ്ങനെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവർ ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുമ്പോൾ അത്തരക്കാർ ആരാണോ അങ്ങനെ പോകുന്നത് അത്തരക്കാർ കുറച്ച് ബുദ്ധിമുട്ടും. നേരെ മറിച്ച് ഇതിനെ വളരെ എന്താ പറയുക ഇൻറ്റൻഷനോട് കൂടി തന്നെ ഒരു കൊമേഴ്സ് പ്രൊഫഷണലായിട്ട് മാറണമെന്ന് കരുതിയിട്ട് തന്നെ അങ്ങനെ സപ്പോർട്ട് എടുത്ത് പരമാവധി കോൺസെപ്റ്റിലി സ്ട്രോങ് ആവുന്ന ആളുകളുണ്ട്. അവർ അവിടെ വിജയിച്ച് പോവുകയും ചെയ്യും. അതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട വ്യത്യാസം. എനിക്കൊന്നും സയൻസും കൊമേഴ്സും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ട് പ്രോസസ്സിൽ വരുന്ന ഡിഫറൻസ് ഇവിടെയാണ് കിടക്കുന്നത്.